കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഉത്സവം കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതാണ്. ഇനി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് അതിന്ന് കഴിഞ്ഞ പാർട്ട് 1ൻ്റെ തുടർച്ചയാണ്. അപ്പം നിങ്ങൾ പാർട്ട് 1 കൂടെ പോയി കാണുക. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു നാട്ടിലെ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ എതിരേപ്പ് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള നീലൂട്ടിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നുള്ള ഉത്സവം അമ്പലത്തിലോട്ട് വരുന്നത്. അതും ഇവിടുന്ന് താലപ്പൊലിയായിട്ട് തിരിച്ച് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്നു. അത് എല്ലാ വർഷവും ഈ ഞങ്ങളുടെ ആക്കലമ്പലത്തിലെയും ഈ നീലൂട്ടിക്കാവിലെ ഉത്സവം സെയിം ദിവസം തന്നെയാണ്. താലപ്പൊലിയെല്ലാം ക്ഷേത്രം ചുറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ റോഡിലോട്ട് അങ്ങ് പോവും. നമ്മുടെ ജീവിത ഇറങ്ങി ഇവിടെ കുറച്ച് ഒന്ന് തുള്ളിയതിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആ തുള്ളലൊന്ന് കണ്ടാലോ. നമ്മളിവിടെ തുള്ളിയതിന് ശേഷം ഇനി നമ്മുടെ താലപ്പൊലിയും ജീവിതയും എല്ലാം ഇവിടുന്ന് നമ്മുടെ ആക്കലമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ പറയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ അമ്പലത്തിലെ ഫ്ലോട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഒറ്റ ഫ്ലോട്ട് മാത്രമേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ 2024 ഭയങ്കര ഉത്സവമായിരുന്നു. 3-4 ചെണ്ടമേളവും ഒരുപാട് ഫ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ. പക്ഷേ ഇതുള്ളത് നല്ലതാണ്, ഇല്ലാത്തത് നല്ലതാണ്. ഉള്ളതാണെങ്കിൽ നമുക്ക് കാഴ്ചക്കാർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ്. പക്ഷേ നമ്മുടെ ഉത്സവത്തിന് ദേവിയുടെ എതിരേൽപ്പാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഈ എതിരേൽപ്പ് കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് നമ്മൾ തിരിച്ച് താലപ്പൊലിയുമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് കയറുമ്പോൾ തന്നെ ഏതാണ്ട് 10:30-11 മണിക്കകത്താവും. പിന്നീട് ദേവിയുടെ തുള്ളലും പറയും അതുമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ദീപാരാധന കഴിയുമ്പോഴേക്കും ഏകദേശം അറൗണ്ട് ഒരു 12 മണിക്കകത്താണ് നമ്മളെല്ലാവരും വീട്ടിൽ പോകുന്നത്. പിന്നെ ഈ ചെണ്ടമേളവും മറ്റ് ഫ്ലോട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമയം കഴിയും. അതായത് അശ്വതി ദിവസം വന്ന് അവസാനിച്ച് അടുത്ത ദിവസം അടുത്ത നക്ഷത്രമാവും 12 മണി കഴിയുമ്പോൾ. പക്ഷേ 2024 സത്യം പറഞ്ഞാൽ 1:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയത് തന്നെ. കാരണം അത്രയും താമസിച്ചു പോയി. അതാണ് നല്ലതാണ്, ഉള്ളതും നല്ലതാണ്, ഇല്ലാത്തതും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നമ്മുടെ നെറ്റിയാട് ജംഗ്ഷനാണ്, നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടെ ദേവിയുടെ തുള്ളൽ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഞാൻ താലപ്പൊലിയൊക്കെ എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടിട്ടേ ഇല്ല. ഇപ്രാവശ്യമാണ് എനിക്കിതൊന്ന് കാണാൻ പറ്റിയതും എൻ്റെ മൊബൈലിലേക്ക് ഇത് എനിക്ക് പകർത്താൻ സാധിച്ചതും. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് ആസ്വദിക്കും.
നമ്മുടെ ആ ജംഗ്ഷനിലെ തുള്ളൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ താലപ്പൊലി എല്ലാം കൂടെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് അൻപൊലിപ്പറകൾ നമുക്ക് ഈ ജംഗ്ഷൻ കഴിഞ്ഞിടം തൊട്ട് ഉണ്ട്. ഒരുപാട് വീടുകളിൽ അൻപൊലികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം റെഡിയായിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെങ്ങും അങ്ങ് നിന്നില്ല, ഞങ്ങൾ നേരെ അങ്ങ് അമ്പലത്തിലോട്ടാണ് പോയത്. പോയ വഴിക്ക് മിക്ക സ്ഥലത്തും ചിലയിടത്തൊക്കെ നല്ല ഇതുണ്ടായിരുന്നു, വെള്ളം, താലപ്പൊലിക്കാർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ നമുക്കൊരു ചെറിയ ഗാനമേള, കരോക്കെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടോണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. ഇനി എന്താ ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജീവതയും താലപ്പൊലിയൊക്കെ ക്ഷേത്രത്തിലോട്ട് എത്തി കേട്ടോ. ഇനി ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുൻപിലും ഒരു തുള്ളലുണ്ട്. അവിടെ ഒരുപാട് കൂടുന്നിടമാണ്. അപ്പോൾ അവിടെ അതും കഴിഞ്ഞിട്ട് താലപ്പൊലി എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ കയറി കറക്റ്റായിട്ട് അവർ നിരനിരയായിട്ട് നിന്നു. നമ്മുടെ ജീവിതം പതുക്കെ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് വരത്തേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ക്ഷേത്രം വലം വെച്ചിട്ടാണ് വീണ്ടും വന്നില്ല പീഠത്തിലിരുന്ന് പറകളെല്ലാം ഇട്ടതിന് ശേഷമാണ് പിന്നീട് തുള്ളുന്നത്. തുള്ളി കഴിയുമ്പോഴത്തേനും പിന്നീട് നമ്മുടെ ദീപാരാധന ആവുകയാണ്. അങ്ങനെയാണ്. അപ്പം നമ്മുടെ താലപ്പൊലി എല്ലാം വന്ന് കയറുകയാണ്. കിച്ചു ആണെങ്കിൽ താലപ്പൊലി എടുത്ത് ക്ഷീണിച്ചു. സച്ചുവിനാണെങ്കിലോ ഫ്ലോട്ട് കാണുകയും വേണം. ഫ്ലോട്ടാണെങ്കിൽ അവിടെ അങ്ങ് കാണിക്കാനോ അവന്മാരം കൊണ്ടുകയും ചെയ്തു. ഫ്ലോട്ടിന് ചെറിയ തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടികൾ താലപ്പൊലി എല്ലാം ഇവിടെ വന്ന് നിരന്നിട്ടുണ്ട്. ജീവിത ഇപ്പോൾ വരത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പോയി അമ്പലം മൊത്തം ചുറ്റി നമ്മുടെ പീഠത്തിൽ വന്നിരുന്ന് വീണ്ടും ബാക്കിയുള്ള പറ ഇട്ടതിന് ശേഷമാണ് ദേവി അവിടുന്ന് പിന്നീട് എഴുന്നേൽക്കുന്നത്.
എല്ലാം കഴിഞ്ഞ് നമ്മുടെ ദേവി അവിടെ നിന്ന് എഴുന്നേറ്റു കേട്ടോ. ഇനി നമ്മുടെ ദേവി താലപ്പൊലി എല്ലാം കാണാൻ വരും. സത്യം പറഞ്ഞാൽ ഈ വർഷം എനിക്ക് നല്ലൊരു ദേവിയുടെ ക്ലിപ്പിംഗ് എടുക്കാൻ സാധിച്ചു. കാരണം ഈ വന്നപ്പോൾ ഞാൻ അവിടെ ഏറ്റവും ടോപ്പിൽ കയറി സേവപ്പന്തലിൽ ഒരു തൂണിൻ്റെ മുകളിലാണ് കയറി നിന്നത്. അങ്ങനെ എനിക്ക് ആ ഒരു ദേവിയുടെ കറക്റ്റ് ലുക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ, ആ ഒരു വീഡിയോ. നമ്മുടെ ഈ ജീവിതം ഒരുപാട് തിരുമേനിമാർ മാറി മാറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ചെണ്ടയുടെ കൊട്ടും ഈ തിരുമേനി തുള്ളുന്നതുമെല്ലാം എനിക്കെപ്പോഴും ഒരു സിമിലാരിറ്റി തോന്നാറുണ്ട്. അവർ പല രീതിയിലാണ് ഈ ചെണ്ടക്കാരത് കൊട്ടിയെടുക്കുന്നത്. നമുക്ക് തന്നെ മനസ്സിലാവും അവിടെ തുള്ളൽ നിർത്തിയിട്ട് ഇനി നമ്മൾ മുമ്പോട്ട് നടക്കാനുള്ള രീതിയിലൊക്കെ ഇവർ കൊട്ടാറുണ്ട്. ഇപ്പോൾ ചിലത് ഭയങ്കരമായിട്ട് കൊട്ടി കയറാറുമുണ്ട്. ഇപ്പോൾ തിരുമേനി വന്ന് ആദ്യമേ നേരെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. ആ കൊട്ട ആസ്വദിച്ചതിന് ശേഷമാണ് ഇവർ തുള്ളാൻ തുടങ്ങുന്നത്. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രണ്ട് ക്ഷേത്രങ്ങളിലെയും ദീപാരാധനയാണ്. ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്സവം തീർന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഉത്സവ ദിവസം നമുക്ക് സന്തോഷമാണെങ്കിലും ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക് അടുത്ത ഉത്സവം എന്നുള്ളൊരു വലിയ സങ്കടത്തിലാണ് ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ 10 ദിവസം ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ ദേവി, നമ്മുടെ അമ്പലം എന്നുള്ളൊരു നമ്മുടെ സ്വന്തം എന്നുള്ളൊരു ഇത് മാറി. ഇപ്പം നമുക്കിനി അടുത്തൊരു വർഷമല്ലേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ, ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങൾ. അപ്പം എൻ്റെ ഈ 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു.